ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ്. പാർട്ട് 2 ആണ് കേട്ടോ, ഭാഗം 2 ആണ്. മലയാളം മീഡിയത്തിൻ്റെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 11th ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററാണ് സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം. 11ാമത്തെ ചാപ്റ്ററാണ് സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം. നമ്മൾ പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന വർക്ക് ഷീറ്റുകൾ, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അങ്ങനെയുള്ള എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം. അപ്പം ആദ്യം തന്നെ എന്താ സ്വരുക്കൂട്ടേണ്ടത്? പൈസ അല്ലേ? ഇതാ ഇവിടെ മണി, പൈസയുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ഗുഡ് മോർണിംഗ്, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ടീച്ചർ, ഞാൻ എടുത്തു. അപ്പോൾ ടീച്ചർ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ കുട്ടി പറയുകയാണ്, ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എടുക്കാത്തവരൊക്കെ പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നു ടീച്ചർ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനെ കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക. ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം. എന്താണ് ബാങ്ക്? അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതാണ് കേട്ടോ, നിങ്ങൾ പഠിക്കേണ്ടതാണ്. പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും അല്ലേ? ഇന്നത്തെ രീതിയിലുള്ള ബാങ്കുകൾ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്കുകൾ രൂപം കൊള്ളുന്നു. മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ലോക്കൽ മണി ലെൻഡേഴ്സ് ആവിർഭാവത്തിന് കാരണമായി. പലിശക്കാർ, ഓക്കെ, അതാണ് എന്തായാലും ലോക്കൽ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വന്നു. ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി, വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. അപ്പോൾ ആദ്യമൊക്കെ ഒരാള്, ഈ പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവര് ഒരാള്, അങ്ങനെയൊക്കെയായിരുന്നു പൈസ കൊടുത്തു തുടങ്ങിയത്. പിന്നെ പൈസ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒരാൾക്ക് മാത്രമായിട്ട് പൈസ കൊടുക്കാൻ പറ്റാതെയായി. അപ്പോൾ അതൊരു സ്ഥാപനമായിട്ട് ഡെവലപ്പായി എന്നാണ് പറയണത്. നെക്സ്റ്റ്, അപ്പോൾ ബാങ്ക് എന്താണെന്നുള്ളതാണ്. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഇറ്റാലിയും അതുപോലെ ഫ്രഞ്ച് ഭാഷയും ചേർന്നാണ് കേട്ടോ. രണ്ട് വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. നാണയങ്ങൾ നിർത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. ചൂഷണത്തിന്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാരല്ലേ, അവരിവിടെ വന്നു. അപ്പോൾ ബാങ്കിങ് സമ്പ്രദായം തുടങ്ങുകയാണ്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം 1770. കേരളത്തിലെ ആദ്യ ബാങ്ക് ആണെങ്കിൽ 1899 രൂപം കൊണ്ട നെടുങ്ങാടി ആണ് കേട്ടോ. നെടുങ്ങാടി ബാങ്ക് ആണ്. 1899 കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. പിന്നെ അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 രൂപ നോട്ടോ 1 രൂപ നാണയമോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. 1 രൂപ ഒഴികെയുള്ള എല്ലാ കറൻസികളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അച്ചടിച്ചിറക്കുന്നത്. വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വായനാ കാർഡ് നമുക്ക് നോക്കാം. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് RBI എന്നാണ് നമ്മൾ ചുരുക്കി പറയുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്ഥാപിതം 1935. ധർമ്മങ്ങൾ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇനി ബാങ്കുകളുടെ പ്രവർത്തനമാണ്. ഇവിടെ 2 സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ വസ്തു വിറ്റ് കിട്ടിയ 5 ലക്ഷം രൂപ എന്ത് ചെയ്യാണ്? പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആദ്യത്തെ. അയാൾ ബാങ്കിൽ ഇട്ടിട്ട് അടുത്ത വർഷം കൂടുതൽ പൈസ കിട്ടുമെന്നുള്ളത്. ഇവിടെയാണെങ്കിലോ ഈ 12 ലക്ഷം രൂപ വീട് വാങ്ങാനാവും, കയ്യിൽ 5 ലക്ഷമേ ഉള്ളൂ. 7 ലക്ഷം എന്താണ്? കടമായി വാങ്ങാം ബാങ്കിൽ നിന്ന് ലോണായിട്ട്. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകാം. അപ്പൊ ഈ ആളും ഈ ലേഡിയും പറയുന്നതിന്റെ 2 സാഹചര്യങ്ങളാണ് അല്ലെ. അപ്പൊ 2 സാഹചര്യങ്ങളും പരിശോധിക്കൂ. 2 വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് ബാങ്കിൽ ക്യാഷ് ഇട്ടിട്ട് അതിന്റെ പലിശ കിട്ടണം. ഒരാൾക്ക് വീട് പണിക്ക് പൈസ തികയാതെ ലോൺ എടുക്കണം. അതാണ് 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ കേട്ടോ. വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ നിക്ഷേപകരും വായ്പ സ്വീകരിക്കുന്നവരും ഉണ്ട്. നമ്മുടെ കയ്യിൽ അധികം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം, നിക്ഷേപിക്കാം. ഇനി നമുക്ക് പൈസ തികയില്ലെങ്കിൽ വായ്പയായിട്ട് എടുക്കാം. അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഇതിൽ നമുക്ക് നിക്ഷേപകരൊന്ന് നോക്കാം. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ ബാങ്ക് സ്വീകരിക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. വായ്പ സ്വീകരിക്കുന്നവരോ? വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. അപ്പോൾ ഇതിൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ബാങ്കർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ബാങ്കർ ആരാ ചോദിച്ചാൽ ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തി ഓർ സ്ഥാപനം. ഇനി ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ഈ പ്രസ്താവന സാധൂകരിക്കണം. ഉത്തരം നോക്കാം. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇനി 2 പരസ്യങ്ങളാണ്. നമുക്കിവിടെ സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫിക്സഡ് ഡിപ്പോസിറ്റിന് 7.5% പലിശ നമുക്ക് അവർ തരുന്നത്. ഹൗസിംഗ് ലോൺ നമ്മൾ പലിശയ്ക്ക് പൈസ എടുക്കുന്നത്, നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ 12% പലിശയ്ക്കാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഈ പരസ്യങ്ങളിൽ പൊതുവായി പരാമർശിക്കുന്നത് പലിശയെ കുറിച്ചിട്ടാണ്. പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് പലിശ. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. 2നും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. അടുത്തത് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് കേട്ടോ. അക്കൗണ്ട് തുടങ്ങാൻ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബാങ്കിൽ എന്തൊക്കെ സമർപ്പിക്കണം? ആധാർ കാർഡിന്റെ കോപ്പി മതി കേട്ടോ. ആധാർ കാർഡിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൊബൈൽ നമ്പർ. അപ്പോൾ ഇവിടെ പാസ്ബുക്ക് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. എന്താണ് ബാങ്ക് അക്കൗണ്ട്? ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തുന്നതിന് നമുക്കൊരു പാസ്ബുക്ക് ബാങ്ക് തരൂലേ. നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് പേരും അക്കൗണ്ട് നമ്പറും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാസ്ബുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും.
10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാവും. അപ്പോൾ എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാ? 10 വയസ്സിന്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനോടൊപ്പം സംയുക്ത അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ടും ആരംഭിക്കാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? വിവിധ ഗ്രാൻറ്റുകൾ ലഭിക്കുന്നതിന്, സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന്, സമ്പാദ്യശീലം വളർത്തുന്നതിന്, സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിന്. വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും. ആകാശ്: ടീച്ചർ, റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ? അപ്പോൾ ടീച്ചർ: ആകാശ്, അത് 2 തരം അക്കൗണ്ടുകളാണ്. അപ്പം നോക്കാം എന്താണ് കുട്ടിയുടെ ഡൗട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടോ 3 തരത്തിലാണ്: വ്യക്തിഗത അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്താൻ കഴിയൂ. സംയുക്ത അക്കൗണ്ട് അത് ജോയിന്റ് അക്കൗണ്ട് ആണ്. 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. ഇനി സ്ഥാപന അക്കൗണ്ട് ആണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. അതാണ് വ്യത്യാസം. വ്യക്തിഗതമാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുക. സംയുക്തം അച്ഛനമ്മമാർ ജോയിന്റ് ആയിട്ട് തുടങ്ങുന്നത് അല്ലെ, അങ്ങനെയൊക്കെ ജോയിന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്ഥാപന അക്കൗണ്ട് ഒരു സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും. വ്യത്യസ്ത തരം അക്കൗണ്ടുകൾ പരിചയപ്പെട്ടല്ലോ. നിക്ഷേപങ്ങളെയും അവയുടെ സ്വഭാവവും അനുസരിച്ച് പലതായിട്ട് നമുക്ക് തരംതിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. അത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിക്ഷേപങ്ങൾ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. അപ്പോൾ ഇത്രയാണ് നിക്ഷേപങ്ങൾ വരിക. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പാദ്യ നിക്ഷേപങ്ങൾ, സേവിങ്സ് ഡിപ്പോസിറ്റ്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിലെ പലിശ നൽകുള്ളൂ കേട്ടോ. എത്ര തവണ വേണമെങ്കിലും നമുക്ക് പണം നിക്ഷേപിക്കാം. പക്ഷെ പണം നമ്മൾ വിഡ്രോ ചെയ്യരുത്, പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അതാണ് സേവിങ്സ് ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത, സമ്പാദ്യ നിക്ഷേപങ്ങൾ. അടുത്തത് പ്രചലിത നിക്ഷേപമാണ്, കറണ്ട് ഡിപ്പോസിറ്റ്. വ്യാപാരികൾ, വ്യവസായികളൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുക. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും ഒരു നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇതിനൊരു പലിശയും ലഭിക്കില്ല. സ്ഥിര നിക്ഷേപം. ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. ആവർത്തിത നിക്ഷേപങ്ങൾ. സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണിത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ, ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിലോ ഈ അക്കൗണ്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാൻ കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശ നമുക്ക് ഇതിൽ കിട്ടും. മാസം ദിവസത്തിൽ നമുക്കൊരു ദിവസത്തിൽ ഇത്ര എമൗണ്ട് കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വർക്ക്ഷീറ്റാണ്. നിക്ഷേപങ്ങൾ തന്നിട്ടുണ്ട്, കാലയളവ്, പലിശ, പിൻവലിക്കലുമാണ്. ആദ്യം സമ്പാദ്യ നിക്ഷേപമാണ്. സമ്പാദ്യ നിക്ഷേപത്തിൽ കാലയളവ് ബാധകമല്ല, പലിശ കുറഞ്ഞ നിരക്കിലാണ്, പിൻവലിക്കൽ നിയന്ത്രണങ്ങളുണ്ട്. പ്രചലിത നിക്ഷേപം ബാധകമല്ല, പലിശ ഇല്ല, പിൻവലിക്കൽ നിയന്ത്രണങ്ങളില്ല. സ്ഥിര നിക്ഷേപം ബാധകമാണ്, ഉയർന്ന പലിശ, കാലാവധിക്ക് ശേഷമേ പിൻവലിക്കൽ നടക്കുള്ളൂ. ആവർത്തിത നിക്ഷേപത്തിൽ കാലയളവ് ബാധകമാണ്, പലിശ ഉയർന്ന പലിശയാണ്, കാലാവധിക്ക് ശേഷം പിൻവലിക്കാം. സമ്മാനമായും പോക്കറ്റ് മണിയായും ലഭിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളത്? ഇവ സ്വരുക്കൂട്ടി വെച്ചാൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ലേ? സമ്പാദ്യശീലം വളർത്തുന്നതിന് സ്കൂളിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അന്വേഷിക്കൂ. അപ്പോൾ സാധാരണ സ്കൂളിൽ ഉള്ളതാണ് ഈ സ്റ്റുഡൻറ് സേവിങ് സ്കീം കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ സഞ്ചയികയൊക്കെ ചില സ്കൂളുകളിൽ ഉണ്ടാവും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, ബാക്കി ചോദ്യോത്തരങ്ങൾ, തുടർ പ്രവർത്തനങ്ങൾ, വർക്ക്ഷീറ്റ് എല്ലാം ഉൾപ്പെടുന്നത് ബാക്കി പാർട്ട് 2-ലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.